പോകാൻ പോകുന്നത് തൃശ്ശൂരിലേക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് മോർണിംഗ് ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മോർണിംഗ് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് ട്രെയിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ട്രെയിനാണ് എളുപ്പം എന്ന് വിചാരിച്ചിട്ട് അതിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മള് ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വിൻഡോ സീറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കടലമുട്ടായിയും കോഫിയും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് രാവിലെ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ കോഫി ഒന്നും കുടിക്കാതെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഷൊർണൂറാണ്. ഇവിടുന്ന് നമുക്ക് ട്രെയിൻ മാറി കയറണം തൃശ്ശൂരിലേക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വെയിറ്റിംഗ് ചെയ്യേണ്ട ടൈമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, വെയിറ്റിംഗ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം എക്സ്പ്രസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഷൊർണൂരിൽ നിന്ന്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നമ്മളൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഒരു ബാല്യകാല സുഹൃത്ത്. അപ്പോൾ നമ്മളിപ്പം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ എറണാകുളത്തേക്ക് എക്സാം എഴുതാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അവൾ എറണാകുളത്തേക്ക്, ഞാൻ തൃശ്ശൂർക്കാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രാവശ്യം നല്ല ലക്കുണ്ടെന്ന് തോന്നുന്നു, കാരണം നമുക്ക് കയറണമൊക്കെ വിൻഡോ സീറ്റാണ്. പിന്നെ നമ്മൾ അവിടുന്ന് തൃശ്ശൂർ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അയ്യന്തോളക്കാണ്. നമ്മൾ PSC ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സിവിൽ സ്റ്റേഷനിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപഡയറക്ടറൊക്കെ കണ്ട് നമ്മൾ ഫ്രണ്ട് ഓഫീസിലിരിക്കുമ്പോൾ ഒരു പൂച്ചയ്ക്ക് നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോർണിംഗ് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഓഫീസേഴ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10:15 അവിടെ ഓപ്പൺ ആവുക. ഓഫീസേഴ്സ് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പൂന്തോട്ടമൊക്കെ കണ്ടിട്ട്, ഒരു കൊച്ചു പൂന്തോട്ടം, എന്തോ ശലഭോദ്യാനോ അങ്ങനെ, അവിടെ കുറേ ശലഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ശോഭ സിറ്റിയിലേക്കാണ് കേട്ടോ. ശോഭ സിറ്റി മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേറെ കുറേ ബിൽഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ജോയാലുക്കാസിൻ്റെ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ ഒരു 12 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ വരണം ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, കാരണം അത്രയും കാണാനുണ്ട് കേട്ടോ നമ്മളെ ശോഭ സിറ്റിയിൽ. അത്രയും കാണാണ്ട് പറഞ്ഞാൽ അത്രയും കാണാണ്ട്. അപ്പോൾ നമ്മൾ ശോഭ സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റോഡിൽ നിന്ന് കുറച്ചധികം ദൂരം വരാനുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 5.5 കിലോമീറ്റർ, അയ്യന്തോളിൽ നിന്ന് ഏകദേശം 5.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശോഭ സിറ്റി മാളിലേക്ക് കയറുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തൃശ്ശൂർ ശോഭ സിറ്റി മാളിലേക്ക് വരുന്നത്. നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട്, പക്ഷേ ശോഭ സിറ്റി മാളിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അടിപൊളി ഒരു കാണേണ്ട ഒരു മാളാണ് കേട്ടോ. നമ്മൾ ലുലു മാളിൻ്റെ അത്ര ഇല്ലെങ്കിലും നല്ല കാണാനുണ്ട് എന്തായാലും. അപ്പോൾ പുറത്ത് ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ മാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് സെൻട്രൽ AC ഒക്കെ ഉണ്ടാവേണ്ട അത്ര അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ ആകെ എസ്കലേറ്റർ കയറി ഇറങ്ങുക, അതായിരുന്നു കേട്ടോ നമ്മളെ മെയിൻ പരിപാടി അവിടെ ചെയ്തിട്ട്. അപ്പോൾ നമ്മളെ പിഷ്പ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര വിശന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കണ്ടപ്പോൾ അങ്ങോട്ട് എന്താ പറയുക, ഫുഡ് കാണാത്തൊരു കണ്ടാലുണ്ട് അവിടെ ഒരു ആക്രാന്തം അങ്ങനെ. അപ്പോൾ നമ്മൾ ബിരിയാണി ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബിരിയാണി ഹട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഫുഡ് കിട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, കാരണം അത്രയ്ക്ക് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. പാകത്ത് മസാലയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാ ബിരിയാണി അല്ല കേട്ടോ, എന്തോ മോമോ ബിരിയാണിയോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള, എന്തോ ഒരു പേര് പറഞ്ഞിട്ടുള്ള ഒരു ബിരിയാണിയാണ്. പക്ഷെ അത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബിരിയാണി ഹട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരായിട്ടൊക്കെ ഭയങ്കര കമ്പനി ആയിട്ടോ. അപ്പോൾ മാളിൽ കൂടെയൊക്കെ ഒരു ട്രെയിനൊക്കെ പോകണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ പുറത്തൊക്കെ വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഗൂഗിൾ മാപ്പത്തെ വീഡിയോസാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രെയിനിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, അതിങ്ങനെ പോണത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ അവിടെ ഒരു ബസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു വൈബ് പ്ലേസ് ആണ് കേട്ടോ നമ്മളെ ശോഭ സിറ്റി മാള്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയ കാര്യം. അപ്പോൾ ഇവിടെ ഒരു പ്ലേ സോൺ ഉണ്ട്, ഒരുപാട് തരം ഗെയിംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് തരം ഗെയിംസ് ഉണ്ട്.
നമ്മൾ ഒരുപാട് തരം ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒരുപാട് തരം ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചിൽഡ്രൻസിനൊക്കെ പറ്റിയ ഒരുപാട് തരം ഗെയിംസ്, അതായത് ചെറിയ ആൺകുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് തരം ഗെയിംസ്. ഇതൊരു ചോക്ലേറ്റിൻ്റെ ഗെയിമാണ് കേട്ടോ. പിന്നെ ടാബും ഐഫോണും അങ്ങനത്തെ കിട്ടുന്ന അങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കുറേ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൈസ വേണം അത് കളിക്കണമെങ്കിൽ. അത്യാവശ്യം ക്യാഷ് വേണം, കാരണം ഓരോ ഗെയിംസിനും 100, 150 അത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഗെയിംസ് ഓരോ തവണ കളിക്കണമെങ്കിൽ തന്നെ. ഇതൊക്കെ ഡോൾസിൻ്റെ ഗെയിമാണ് കേട്ടോ. നമ്മൾ കളിച്ചാൽ ഡോള്, ഓരോ തരം ഡോള് കിട്ടുന്ന അങ്ങനത്തെ ഗെയിംസാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ഒരു ബൈക്കിൻ്റെ ഗെയിം ഉണ്ട് കേട്ടോ. അതെൻ്റെ ബ്രദർ കളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൂടാതെ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഓരോ ഗെയിംസ് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ള ഗെയിമാണ് ഡീൽ ഓർ നോ ഡീൽ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു ഗായ്സ്. നമുക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കളിച്ചിട്ട്. അപ്പോൾ അവനും അവൻ്റെ ഗെയിമിൽ എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞ് അവിടെ അടിയുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ട്. അതായത് ഡ്രസ്സിൻ്റെ കടയിൽ കേട്ടോ, ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെയാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്തന്നെ കുറേ ബാഗ്സൊക്കെ ഉണ്ട്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പിന്നെ കരുതി നമ്മൾ സുഡിയോ ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ പോയി എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പൊന്നും കണ്ടില്ല കേട്ടോ നമ്മൾ ആദ്യം കയറിയ ഷോപ്പിൽ. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ലോകോത്തര ബ്രാഞ്ചുകളിലുള്ള ഓരോ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അത്യാധുനിക കളക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ വാച്ചിൻ്റെ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ആണെങ്കിലും ജ്വല്ലറീസ് ആണെങ്കിലും എല്ലാം അതുകൊണ്ട് കേട്ടോ അവിടെ. നമ്മളെ ലുലുമാളിൻ്റെ പോലെ തന്നെ ഏകദേശം. അപ്പോൾ ഒരു ബസ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയ ചെറിയ കുഞ്ഞ് ബസ്സാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മസാജ് ചെയ്യുന്ന പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുള്ളതാണ്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒരു മാളിൽ പോയപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സുഡിയോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സുഡിയോയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബ്രദർ അവനിക്ക് ഷർട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് അവിടുന്ന് ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പൊക്കെ നോക്കിയപ്പോൾ ഒന്നും കളറൊന്നും രസമല്ല. പിന്നെ ലൈഫ് സ്റ്റൈൽ പോയി നോക്കി. ലൈഫ് സ്റ്റൈലിൽ നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഓഫറുണ്ട് ലൈഫ് സ്റ്റൈലിൽ. അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ചോക്ലേറ്റും പിന്നെ കുറച്ച് ഫ്രൂട്ടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ മിൽക്ക് ഷേക്കും അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാഴ്ച അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ കാഴ്ച ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിത കായലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുള്ളത് തടാകമാണെന്ന് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6.5 ഹെക്ടർ വരുന്നുണ്ട് നമ്മളെ ഈ കായൽ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു വില്ല ഉണ്ട്, ഫ്ലാറ്റ് മലാക്കീറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ ഒരു ക്ലബ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശോഭ ടോപ്പേഴ്സ് ലൈക്ക് വ്യൂ സൂപ്പർ ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് എന്നാണ് നമ്മളെ ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഒരു 55 ഹെക്ടറിലാണ് നമ്മളെ ഈ ശോഭ സിറ്റി മാള് സ്ഥിതി ചെയ്യുന്നത്. 2015 ഡിസംബർ 17 തോന്നുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ എക്സ്പ്ലോറിങ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈമായിട്ടുണ്ട് പോവാൻ. ഇനി ലേറ്റ് ആയാലും നമ്മളെ ട്രെയിൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ട്രെയിൻ മിസ്സായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ടൈം നോക്കിയപ്പോൾ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിന് പോവാമെന്ന് കരുതിട്ടോ. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് സ്റ്റോപ്പുള്ള ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ പോകണം. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ മലപ്പുറം ബസ്സിൽ കയറണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടും ഒക്കെ കാണാൻ. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ
തിരിച്ചു പോവാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മൾ തൃശ്ശൂർ കാണാൻ. പക്ഷേ നമുക്ക് തീരെ ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വലിയ ബ്രദറൊക്കെ അവന് ക്ലാസ് ഉള്ളതുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ പാർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ഒരു വലിയ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലമൊക്കെ കാണാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഫോൺ ഓഫായി. അപ്പോൾ ലാസ്റ്റ് ഭാഗം തൃശ്ശൂർ ഇത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.